ലോകമെമ്പാടും ആരാധകരുള്ള നായ ഇനമാണ് സൈബീരിയൻ ഹസ്കി. വിനോദ മൃഗം, റേസിംഗ് ഡോഗ്, അങ്ങനെ പല തലങ്ങളിൽ മികവുള്ള നായ. ഇപ്പോഴത്തെ തെറാപ്പി ഡോഗ് എന്ന നിലയിലും സൈബീരിയൻ ഹസ്കി സേവനം ചെയ്തൊരു സംഭവം ഇംഗ്ലണ്ടിൽ നടന്നിരിക്കുകയാണ്. ഈസ്റ്റ് യോർക്ക്ഷയറിലെ ആൻഡ്രിയൽ ആഷ്വർത്തിന്റെ നായയായ തണ്ടറാണ് മരണം കാത്തു കഴിഞ്ഞ അനേകർക്ക് അന്ത്യനാളുകളിൽ സന്തോഷം നൽകിയത്. മേഖലയിലെ ആശുപത്രികളിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്നവരെയാണ് തണ്ടർ സന്ദർശിക്കുക. ഇതുവരെ 53 ആളുകൾക്ക് അവസാന നാളുകളിൽ ആശ്വാസം നൽകാൻ ഈ നായയ്ക്ക് കഴിഞ്ഞു. 2016 മുതൽ തണ്ടർ ഈ സേവന രംഗത്തുണ്ട്. നായ്ക്കളിലെ സുന്ദര കുട്ടപ്പന്മാരായ സൈബീരിയൻ ഹസ്കികൾ ഒറ്റനോട്ടത്തിൽ ഓമന മൃഗങ്ങൾ മാത്രമാണെന്ന് തോന്നുമെങ്കിലും ഇതല്ല സത്യം. സാഹസികതകളുടെ ഒരു പ്രൗഢമായ ഭൂതകാലം ഈ നായ്ക്കൾക്കുണ്ട്. ഇതിലെ ഏറ്റവും പ്രശസ്തമായ ഏടാണ് നോമിലെ സ്വർണ്ണവേട്ട. സൈബീരിയൻ ഹസ്കികൾ റഷ്യയുടെ വടക്ക് കിഴക്കേ അറ്റത്തുള്ള സൈബീരിയൻ മേഖലയിൽ പെടുന്ന ചുക്ചി ഉപദ്വീപ മേഖലയിലാണ് ആദ്യം ബ്രീഡ് ചെയ്യപ്പെട്ടത്. ചുക്ചി വംശജർ എന്ന ആദിമ വംശനിവാസികളാണ് ഇവയെ ആദ്യമായി വികസിപ്പിച്ചത്. US-ലുണ്ടായിരുന്ന ആദിമ നിവാസികളുമായി ശക്തമായ ബന്ധമുള്ളവരാണ് ചുക്ചികൾ. ഈ ഭാഗത്ത് റഷ്യയും US-ന്റെ അലാസ്കയും തമ്മിൽ വേർതിരിക്കുന്നത് ബേരിംഗ് എന്ന ചെറിയ കടലിടുക്ക് മാത്രമാണ്. അലാസ്കൻ ഹസ്കി, അലാസ്കൻ മാലമൂട്ട് എന്നീ നായ ഇനങ്ങളുമായി സൈബീരിയൻ ഹസ്കികൾക്ക് വളരെയേറെ ജനിതക സാമ്യമുണ്ട്. ഒരേ പൂർവിക വിഭാഗത്തിൽ നിന്ന് ഇവ ഉടലെടുക്കാനുള്ള സാധ്യതകളും ശാസ്ത്രജ്ഞർ നേരത്തെ സംശയിച്ചിരുന്നു. മഞ്ഞിൽ തന്നെ നീങ്ങുന്ന വാഹനങ്ങൾ കെട്ടിവലിക്കുന്ന സ്ലെഡ്ജ് ഡോഗുകളെയാണ് ഹസ്കികളെ ചുക്ചികൾ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. 1908 അലാസ്കയിലെ നോമിലേക്ക് ദൗത്യത്തിനായി എത്തിയതോടെയാണ് സൈബീരിയൻ ഹസ്കികൾ രാജ്യാന്തര പ്രശസ്തിയിലേക്ക് ഉയർന്നത്. വെറും ഒരു ദൗത്യമായിരുന്നില്ല അത്. സ്വർണ്ണവേട്ടയായിരുന്നു അലാസ്കയിൽ ഹസ്കികളെ കാത്തിരുന്നത്. വില്യം ജുസാക്ക് എന്ന അമേരിക്കക്കാരനാണ് ഹസ്കികളെ ആദ്യമായി അലാസ്കയിൽ എത്തിച്ചത്. ആദ്യം ഒരു സ്ലെഡ്ജിംഗ് റേസ് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഇവയ്ക്ക് അവഹേളനമാണ് ലഭിച്ചത്. അക്കാലത്ത് അലാസ്കയിൽ പ്രബലമായിരുന്ന മാലമൂട്ടുകളെ പോലുള്ള നായ്ക്കളെ അപേക്ഷിച്ച് ശരീരവൽപ്പം കുറവായതിനാൽ ഇവയെ സൈബീരിയൻ എലികൾ എന്ന് കളിയാക്കി വിളിച്ചു ആളുകൾ. എന്നാൽ ആ മത്സരത്തിൽ ഹസ്കികൾ നടത്തിയ മുന്നേറ്റം കാണികളുടെ മനം കവരുക തന്നെ ചെയ്തു. അക്കാലത്ത് അലാസ്കയിൽ സ്നേക് നദിയുടെ തീരത്തുള്ള നോം പട്ടണത്തിൽ സ്വർണം കണ്ടെത്തി. മഞ്ഞ് മൂടിയ ഭൂമിക്കടിയിൽ നിന്നായിരുന്നു സ്വർണം. അങ്ങനെയാണ് നോം സ്വർണ്ണവേട്ട തുടങ്ങുന്നത്. ഈ വേട്ടയുടെ അവസാന പാതയിലെത്തിയ സൈബീരിയൻ ഹസ്കികൾ സ്വർണം ലഭിച്ചെടുത്തതെന്ന് അത് ക്യാപ്സ്യൂളുകളിലേക്ക് കൊണ്ടുപോകുന്നതിനും ആളുകളെ തിരികെ എത്തിക്കുന്നതിനുമൊക്കെ സഹായകരമായി. സ്വർണ്ണവേട്ടയുടെ ശ്രദ്ധേയ ചിഹ്നങ്ങളിൽ ഒന്നായി ഹസ്കികൾ താമസിയാതെ മാറി. അമേരിക്കയിൽ നടത്തിയ നിരവധി സ്ലെഡ്ജിംഗ് റേസുകളിൽ പിൽക്കാലത്ത് ഹസ്കികൾ പങ്കെടുക്കുകയും സമ്മാനങ്ങളും സ്ഥാനങ്ങളും നേടുകയും ചെയ്തു. പിന്നീട് US-ലെ ഏറ്റവും പ്രിയപ്പെട്ട ഡോഗ് ബ്രീഡുകളിൽ ഒന്നായി ഈ റഷ്യക്കാരൻ മാറുകയുണ്ടായി.